എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്രിയായപ്പോൾ ഡോക്ടർ സരിൻ എൻ്റെ അടുത്ത് ചില പദ്ധതികളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. സരിനും ഭാര്യ സൗമ്യയും. എൻ്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെൺകുട്ടി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുടുംബം RSSകാരുടേതാണ്, അവിടെ നമുക്കേ വോട്ട് ചെയ്യും, പക്ഷേ കുടുംബത്തിൽ കലകൊണ്ടാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാന്ന് പറയും. അവിടെ വന്നിട്ട് RSS പ്രവർത്തകർ പറഞ്ഞു, ഇത്തവണ നമ്മൾ ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവള് പറഞ്ഞു, അല്ല നമ്മള് പ്രഫുൽ കൃഷ്ണയല്ലേ നമ്മുടെ സ്ഥാനാർത്ഥി, പിന്നെ എങ്ങനെ? അതാണ് നിന്നോട്ടെ, അതുകൊണ്ട് സാരമില്ല, ഇയാൾക്ക് വോട്ട് ചെയ്യണം. വോട്ട് വിറ്റതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്രിയായ സമയത്ത്, ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്താണ് യോഗി ആദിത്യനാഥിന്റെ ഒരു ജാഥ ഇതുവഴി കടന്നുപോയത്. അത് പോകുന്ന സമയത്ത് ഈ ആരോഗ്യ രംഗം കാണണമെങ്കിൽ ഉത്തർപ്രദേശിൽ വരൂ എന്ന് പറഞ്ഞ് അയാൾ പ്രസംഗിച്ചിരുന്നു. എല്ലാവർക്കും ചെയ്യാനുണ്ട് സമൂഹത്തിന് വേണ്ടി, എല്ലാവർക്കും അർഹമായത് കിട്ടുന്നുണ്ട്. അവിടെ പട്ടിണിയില്ല, വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥയില്ല, വിവേചനങ്ങളില്ല. സമന്മാരായി അടുത്ത തലമുറയെ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് അധ്വാനിക്കുന്ന നല്ല സുന്ദരമായിട്ടുള്ള ഒരു സമൂഹമാണ് സോഷ്യലിസ്റ്റ് സമൂഹം. സോഷ്യലിസം ഈസ് നോട്ട് ആൻ ഉട്ടോപ്യൻ ഐഡിയോളജി, ഇറ്റ് ഈസ് എൻ അച്ചീവബിൾ നെസസിറ്റി എന്ന് വിദഗ്ധന്മാരും പണ്ഡിതന്മാരും ഒക്കെ പറയാറുണ്ട്. ചിലർ പറയും ഉട്ടോപ്യാണ്. ഉട്ടോപ്യ എന്ന് വെച്ചാൽ സംഭവിക്കാത്ത സാങ്കല്പിക സ്വർഗം. അങ്ങനെ സാങ്കല്പിക ലോകമല്ല സോഷ്യലിസം. കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസം ആഗ്രഹിക്കുന്നത് ആളെ പറ്റിക്കാൻ വേണ്ടി, നാളെ ഇങ്ങനെയല്ല ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആളെ വശീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരു അച്ചീവബിൾ നെസസിറ്റിയാണ്, ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോൾ കടുത്ത തൊഴിലില്ലായ്മ, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് കൂടി തൊഴിലില്ല. ഈ കേരളത്തിലെ സർക്കാരിൻ്റെ മുമ്പാകെ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെല്ലാം കൂടി ആ റാങ്ക് ലിസ്റ്റും കൊണ്ട് വന്നിട്ട് സങ്കടപ്പെടുകയാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കാശെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പിടുങ്ങി വെച്ചാൽ നമുക്കിവിടെ ആവശ്യത്തിനനുസരിച്ച് തസ്തിക ഉണ്ടാക്കാനോ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയ ഉണ്ടാക്കാനോ കഴിയുന്നില്ല, സംസ്ഥാനത്ത് വന്നതുകൊണ്ട് മാത്രം. പിന്നെന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ, എന്തായാലും കോൺഗ്രസും BJPയും വരുന്നത് പോലല്ല. ഉള്ള ലഭ്യമാകുന്ന തുക കുറേ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി വളരെ ശാസ്ത്രീയമായിട്ട് വിനിയോഗിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോൾ സാധിക്കും. അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. വന്നാൽ അതിനുള്ള മാറ്റം ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സമൂലമായിട്ടൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസോ BJPയോ അല്ലാത്ത ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു ഭരണം വരണം. അത് വെറും സ്വപ്നമല്ലേ എന്ന് ചിലർ ചോദിക്കാം. ഒരിക്കലുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനം മനസ്സിലാക്കുകയും വളരെ പെട്ടെന്ന് തൊഴിലാളികളും കൃഷിക്കാരും എല്ലാം ഇടതുപക്ഷ ആശയഗതികളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വന്നുകൂടായികയില്ല. നിങ്ങൾ തൊട്ടടുത്ത ശ്രീലങ്കയിൽ അവിടെ കണ്ടില്ലേ, അവിടുത്തെ ഇടതുപക്ഷ പാർട്ടി ജനതാ വിമുക്തി പെരുമുന നേരത്തെ ചെറിയ ഗറില്ല പോരാളികളൊക്കെ ആയിട്ട് തുടങ്ങിയത്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവരോട് അത്രയധികം വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ ഭരണാധികാരികൾ മുതലാളിത്ത വ്യവസ്ഥിതി സ്വീകരിച്ചു. അതുപോലെ തന്നെ ഈ പുതിയ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും ശ്രീലങ്കയിൽ നടപ്പിലാക്കി. ശ്രീലങ്കയെ വലിയ കടക്കണിയിലാഴ്ത്തി. ശ്രീലങ്കയുടെ പ്രവിശ്യകൾ അതുകൊണ്ട് തന്നെ കടക്കണിയിലായി. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി. വലിയ വിലക്കയറ്റം, തൊഴിലില്ലായ്മ ഇതെല്ലാം വന്നപ്പോൾ ജനങ്ങൾ ഒരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു, ഇത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബൂർഷ്വാ പാർട്ടികളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ആശയമുള്ള ആളുകളെ ശ്രീലങ്കയുടെ ഭരണത്തിലേക്ക് അവരോധിച്ചാൽ എന്തായാലും മാറ്റമുണ്ടാകുമെന്ന് വലിയൊരളവിൽ ആളുകൾ വിശ്വസിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ജനതാ വിമുക്തി പെരുമുനക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അനുരകുമാര ദിസനായകെ എന്ന തൊഴിലാളി നേതാവ് അവിടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുക. മുതലാളിത്ത രീതി അനുസരിച്ച് നമ്മുടെ ഇന്ത്യയെ നശിപ്പിച്ചതുപോലെ തന്നെ ശ്രീലങ്കയെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും അവർക്ക് നല്ല പരിശ്രമം നടത്താൻ സാധിക്കും. അവരുടെ പ്രിയോറിറ്റി, മുൻഗണന ശ്രീലങ്കയിലെ സാധാരണക്കാരായിരിക്കും. അവരുടെ പട്ടിണിയും കഷ്ടപ്പാടും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും. രാജ്യത്തിൻ്റെ സമ്പത്ത് അതിനുവേണ്ടി വിനിയോഗിക്കാൻ കഴിയും. അപ്പോൾ വലിയ മാറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു. 1920കളിലും 30കളിലും 40കളിലും ഒക്കെ കേരളത്തിൽ ജീവിച്ചിരുന്ന അന്നത്തെ കുട്ടികളും യുവാക്കളുമെല്ലാം അവർ ഒരുപാട് പ്രായമായവരിൽ അപൂർവമേ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നുള്ളൂ. പക്ഷെ അവരുടെ എല്ലാം ജീവിതകാലത്ത് ഈ കേരളം
നമ്മുടെ മലബാർ, കേരളം എന്ന് വെച്ചാൽ തിരുവിതാംകൂറിലും മലബാറിലും എല്ലാം ജന്മി വ്യവസ്ഥയായിരുന്നല്ലോ. ബ്രിട്ടീഷ് അധിനിവേശമാണ്. ഇവിടുത്തെ നാടുവാഴികൾക്കും ജന്മിമാർക്കും ചില ഒത്താശകൾ ചെയ്തു കൊടുത്ത് ചില നിയമങ്ങൾ പാസാക്കി അവർക്ക് മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള നിയമപരമായ അവകാശം കൊടുത്ത് മനുഷ്യരെ പിഴിഞ്ഞെടുത്ത ആ ജന്മിത്വത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും വായിക്കുകയോ പറഞ്ഞ് അറിയുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാത്രമേ സാധിക്കൂ. എങ്ങനെ ഇത്രത്തോളം മാറി, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് മാറേണ്ടത്? ആ മാറ്റം സാധ്യമാണോ? സാധ്യമാണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ വളരെ വളരെ മോശമായ ഒരു ഘട്ടം, എത്ര അധ്വാനിച്ച് ഭൂമിയിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത കൊടും പട്ടിണി കിടക്കുന്ന ജനതയുണ്ടായിരുന്നല്ലോ ഇവിടെ. എന്ത് പട്ടിണിയായിരുന്നു? ഇന്ന് പട്ടിണി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ആളുകൾ, അമ്മമാര് ചെറിയ കുടിലുകളാണ്, ഓലപ്പരകളൊക്കെയാണ്, ചാണകം തേച്ച മെഴുകിയ തറയും ഒക്കെ ആയിട്ടുള്ള ആ വലിയ സങ്കടകരമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ കുട്ടികൾ വിശന്ന് കരയുമ്പോൾ അടുപ്പ് കൂട്ടി അതിൻ്റെ മേലെ ഒരു കലം വെച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തൊരു കയ്യിൽ വിട്ടിട്ട് വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കും. ഈ കുട്ടി വിചാരിക്കും എന്തോ ഇതിനകത്ത് നിന്ന് വെന്ത് വരാനുണ്ടെന്ന്. കരഞ്ഞ് 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 ക്ഷീണമായിട്ട് കുഞ്ഞ് ഉറങ്ങിപ്പോകണം. കുഞ്ഞിനെ പാട്ടിലാക്കാനൊന്ന് ഉറക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല, അതിനകത്ത് ഒന്നും ഇല്ലായിട്ട് വേവിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കിന്ന് കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അവർ കഴിക്കാത്ത ബുദ്ധിമുട്ടാണുള്ളത്. കുട്ടി ആഹാരം കഴിക്കുന്നില്ല, കഴിക്കാൻ വീട്ടിലുണ്ടാക്കാനുണ്ട്. ആ പഴയ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തി. സോവിയറ്റ് റഷ്യയിലെ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് അതുതന്നെയായിരുന്നു സ്ഥിതി. കൊടും പട്ടിണി കിടക്കുന്ന ജനതയാണ്. അവരുടെ മുന്നിലാണ് ഇടതുപക്ഷ ആശയഗതികൾ ചെന്നെത്തിയത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ അവസാനത്തെ താളിൽ മാർക്സും എംഗൽസും എഴുതി വെച്ചത് സർവ്വരാജ്യത്തുമുള്ള തൊഴിലാളികളെ സംഘടിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടാൻ ഭൂമിയിൽ ഒരു പുതിയ ജീവിതമുണ്ട് എന്നാണ്. ആ പാവപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് ചേർന്നു, പാർട്ടി ഉണ്ടായി. അവിടുത്തെ ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി ജാഥകളും സമരങ്ങളും പിക്കറ്റിങ്ങുകളും എല്ലാം നടന്നു. അവസാനം വളരെ ശക്തമായി മാറിയ പാർട്ടി സർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മാർച്ച് ചെയ്തതല്ല. അവരുടെ നഗരങ്ങളിലെല്ലാം സമരം നടന്നു. പലയിടങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ മോചിപ്പിച്ചു. അങ്ങനെ മോചിപ്പിച്ച് ഭരണസ്ഥിരാകേന്ദ്രമായ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത് അവിടുത്തെ ചക്രവർത്തിമാരുടെ പതാക വലിച്ചു താഴ്ത്തി അവിടെ ചുവന്ന പതാക ഉയർത്തി. അത് വളരെ ഈസിയൊന്നും ആയിരുന്നില്ല. ചക്രവർത്തിമാരുടെ സൈന്യമൊക്കെ ചെറുത്തു നിന്നിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സഖാക്കൾ മരിച്ചു വീണിട്ടുണ്ട്, ഒരുപാട് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അവരത് സാധിക്കുക തന്നെ ചെയ്തു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വന്നു. എന്നിട്ട് എന്താ മാറ്റം ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സോഷ്യലിസത്തെയും എല്ലാം പരിഹസിക്കുന്നവരോട് ആ കഥയൊന്ന് വായിക്കാൻ നമ്മൾ പറയണം, അത് മനസ്സിലാക്കാൻ. പാർട്ടി അധികാരത്തിൽ വന്നിടത്ത ഉടനെ തന്നെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാനാണ് പുറപ്പെട്ടത്. ആദ്യം തന്നെ പട്ടിണി കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ആഹാരം കിട്ടുക എന്നുള്ളതാണ്. അതിനേക്കാൾ മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. എന്നാൽ മനുഷ്യരുടെ ജീവിതം സുഗമമാകണമെന്ന പരമമായ മനുഷ്യ സ്നേഹമാണ് സോഷ്യലിസത്തിൻ്റെത്, ഇടതുപക്ഷത്തിൻ്റെത്. അതിൽ നിങ്ങൾ ഏത് സ്വീകരിക്കുന്നു? അതാണ് ചോദ്യം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ പാടി, ഇവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായിരിക്കുന്നുവോ, എവിടെ വിദ്യ സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയ ചിന്താഗതികളുടെ ജാതി മത ചിന്തകളുടെ വേലിക്കെട്ടുകൾ നമ്മളെ പരസ്പരം വേർതിരിക്കാതിരിക്കുന്നുവോ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് പ്രഭു എൻ്റെ രാജ്യത്ത് ഉയർത്തണമേ എന്നാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ കണ്ട സ്വപ്നമാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികാരത്തിൽ വന്ന കോൺഗ്രസിന് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചോ? ഇന്നെന്താ ഇന്ത്യയുടെ അവസ്ഥ? നമ്മൾ ഈ പ്രസംഗിക്കുന്ന നേരത്ത് അവിടെ ഉത്തർപ്രദേശിൽ അവിടുത്തെ ഝാൻസി റാണി ആശുപത്രിയിൽ എന്തൊരു സങ്കടമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്നത്. 10 കുഞ്ഞുങ്ങൾ തീപിടിച്ചു മരിച്ചു. 16 കുഞ്ഞുങ്ങൾ ഇന്ന് ആശുപത്രിയിലാണ്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ദയനീയാവസ്ഥയാണ്. ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ടായിരുന്നില്ല, അപകടം വന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് എന്ന് പേര്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്രിയായ സമയത്ത്, ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്താണ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു ജാഥ ഇതുവഴി കടന്നുപോയത്. അത് പോകുന്ന സമയത്ത് ഈ ആരോഗ്യ രംഗം കാണണമെങ്കിൽ ഉത്തർപ്രദേശിൽ വരൂ എന്ന് പറഞ്ഞ് അയാൾ പ്രസംഗിച്ചിരുന്നു. പക്ഷേ
ആ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിലാണ് ഓക്സിജൻ കിട്ടാതെ 100 കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിച്ചത്, ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ കുഞ്ഞുങ്ങൾ. നമ്മുടെ കേരളത്തിൽ ആ സ്ഥിതിയുണ്ടോ? നമ്മളാരുമല്ല പറഞ്ഞത്. ഇന്ത്യ ടുഡേ TV, ഈ ആദിത്യനാഥിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടുഡേ TV തലശ്ശേരിയിൽ വെച്ചാണ് ആദിത്യനാഥ് പ്രസംഗിച്ചത്, യോഗി. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ചിത്രമെടുത്ത് വളരെ മനോഹരമായിട്ടുള്ള കാഷ്വാലിറ്റി കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്. വളരെ ആധുനികമായിട്ടുള്ള, നേരത്തെ ഉള്ളതുപോലുള്ള ട്രോമ കെയർ യൂണിറ്റ് അല്ല, നല്ല മനോഹരമായിട്ടുള്ള സൗകര്യപ്രദമായ ട്രയാജ് സംവിധാനമൊക്കെയുള്ള ആ കാഷ്വാലിറ്റിയുടെ പടവും ഗോരഖ്പൂരിലെ മെഡിക്കൽ കോളേജിനകത്തെ ചിത്രവും എടുത്ത് രണ്ടും മാറി മാറി കാണിച്ച് ഇന്ത്യ ടുഡേ TV പറഞ്ഞു, ഇതാണ് യോഗി ആദിത്യനാഥിൻ്റെ മെഡിക്കൽ കോളേജ്, ഇതാണ് കേരളത്തിൻ്റെ ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി. ജനത്തിന് വ്യത്യാസം നല്ലോണം മനസ്സിലായി. അതാണ് വ്യത്യാസം. അങ്ങനെ ഒരവസ്ഥ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾക്കുണ്ടാകുന്നതിന് കാരണം കോൺഗ്രസിൻ്റെ ഭരണമാണ്, തുടർന്ന് വന്ന BJPയുടെ ഭരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിച്ചു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ഈ കോൺഗ്രസിൻ്റെ ഭരണം ശരിയാണോ? അല്ല, അത് മുതലാളിത്ത ഭരണവ്യവസ്ഥയാണ് പിന്തുടരുന്നത്. എന്തായിരിക്കണമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രിയോറിറ്റി? നമ്മൾ കോൺഗ്രസും BJPയും സാമ്പത്തിക നയത്തിൽ ഒരേപോലെയാണ്. ഇന്ത്യ ബ്ലോക്കൊക്കെ ഉണ്ട്. BJPയുടെ വർഗീയ ഭരണം അവസാനിപ്പിക്കാൻ നമ്മൾ പറ്റുന്നിടത്ത് BJPയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അതാ തീരുമാനിച്ചത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് BJPക്ക് തുടർഭരണം കിട്ടരുതെന്നാണ്. കാരണം ഈ രാജ്യം കുട്ടിച്ചോറായി പോവും. ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിച്ച് സദാ വർഗീയ, അതാണ് അമേരിക്കൻ സാമ്രാജ്യത്തിനൊക്കെ വേണ്ടത്. സദാ വർഗീയ ലഹളകൾ നടക്കുന്ന, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സദാ ആയുധമെടുത്തിട്ട് പോരാടുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടാകണം. അതിൻ്റെ ഇടയിലൂടെ ഈ മൾട്ടിനാഷണൽ ഭീകരന്മാർക്ക് ഇവിടെ കടന്നു വന്ന് കോർപ്പറേറ്റുകൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ അവസരം കിട്ടണം. ശാന്തമായിട്ടുള്ളൊരു സമൂഹത്തിൽ അവർക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ BJPയുടെ ഈ ഭീകരത അവസാനിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെങ്ങനെയാണ് സാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിച്ചത്. പക്ഷേ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ളതല്ല. 47 മുതൽ കോൺഗ്രസ് 3/4 ഭൂരിപക്ഷത്തിന് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇത്ര വികൃതമായിരുന്നു കോൺഗ്രസിൻ്റെ നയം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ സമ്പൂർണ്ണ ഭൂപരിഷ്കരണം നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് സോവിയറ്റ് റഷ്യയിൽ അന്ന് ചെയ്തതുപോലെ ഇന്ത്യയിലെ തരിശു നിലങ്ങളെല്ലാം കൃഷി ചെയ്ത് മുഴുവൻ ഇന്ത്യക്കാർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ശ്രമിക്കാതിരുന്നത്? അവർ വന്നിട്ട് അത് ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1920-ലാണ്. റഷ്യ കാണാൻ ചെന്ന ചിലർ അവിടെ വെച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. തിരിച്ചിവിടെ വരുമ്പോൾ അവരെല്ലാം പിടിച്ച് ജയിലിലടച്ചു, ചിലരെ തൂക്കിക്കൊന്നു. പക്ഷെ തോറ്റു കൊടുത്തില്ല. ഇന്ത്യയിലെ ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വായു ആശ്വസിക്കണമെങ്കിൽ, ശുദ്ധവായു കിട്ടണമെങ്കിൽ ഇടതുപക്ഷം വളരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ത്യയുടെ നാനാഭാഗത്തും കൃഷിക്കാരുടെ സംഘടനയൊക്കെ ഉണ്ടായത്. വലിയ സമരങ്ങൾ നടന്നു. ഇവിടെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, തെലങ്കാന സമരം, ബംഗാളിലെ തേഭാഗ സമരം, എത്രയാളെയെ വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ഈ കടത്തി കൊണ്ടുപോകുന്ന നെല്ലിൻ്റെ അകത്തുനിന്ന് ഒരു കോങ്ങ കഞ്ഞി കുടിക്കാൻ തരണം തമ്പുരാനെന്ന് പറഞ്ഞതിനല്ലേ തില്ലങ്കേരിയിലെ പാടത്തിൻ്റെ വരമ്പത്ത് ജാഥ നടത്തുന്ന പാവപ്പെട്ടവർ ഒരായുധം അവരുടെ കയ്യിലില്ല, ഒരു വടിയുടെ മേലെ കെട്ടിയ ചുവന്ന കൊടിയല്ലാതെ വെടിവെച്ചിട്ട് കൊന്നില്ലേ? ഞങ്ങളുടെ കുട്ടികൾ പട്ടിണിയാണ്, ഇത് മുഴുവൻ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞതിനല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കയ്യൂരെ 4 ചെറുപ്പക്കാരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കുമരത്തിലേറ്റിയത്? അതൊക്കെ നാടിന് വേണ്ടി നടത്തിയ പോരാട്ടമല്ലേ? ആ പാവപ്പെട്ട മനുഷ്യർ സഹിച്ച ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് 57 അടുത്ത വർഷ ഗവൺമെൻറ് വന്നത്. 1920 നമ്മുടെ സ്ഥാപിത വർഷമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്നാൽ ആ പാർട്ടിയെ നിരോധിച്ചു, അതിനെ വല്ലാതെ ദ്രോഹിച്ചു. അതിന് അന്നത്തെ കോൺഗ്രസ്സുകാരും കൂട്ടുനിന്നു. BJPയുടെ ഇവിടെ കോൺഗ്രസിൻ്റെ, ബ്രിട്ടീഷുകാരുടെ മലബാർ സ്പെഷ്യൽ പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെയാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. MSP എന്തൊരു താണ്ഡവമാണ് ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് MSP കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് നടത്തിയത്. അവരുടെ അടിയും ഇടിയും ഒക്കെ കൊണ്ട് പാർട്ടിയുടെ നിരോധനവും ഒക്കെ സഹിച്ച് 1939 ആകുമ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ AKGയും EMSഉം കൃഷ്ണപിള്ളയും എല്ലാം ചേർന്നിട്ട് പറഞ്ഞു, ഈ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ, അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. അതുകൊണ്ട് പിണറായിയിലെ പാറപ്പുറത്ത് യോഗം ചേർന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തനം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും അവിടുത്തെ ചുമരിലെല്ലാം എഴുതി വെച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. പക്ഷെ വീണ്ടും പഴയ പീഡനം തന്നെ. നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കുന്നു.
എന്ത് വലിയ ത്യാഗമാണ് നമ്മൾ സഹിച്ചത്. പക്ഷെ 1957 ഇവിടെ കേരള സംസ്ഥാനം 56 രൂപം കൊണ്ടതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ചു. എന്താ കാരണം? കോരനും കുഞ്ഞിരാമനും അബ്ദുറഹിമാനും അഗസ്റ്റിയും ഒക്കെ ആഗ്രഹിച്ചു, മുറ്റത്ത് താൻ കുഴിച്ചു വെച്ച വാഴയുടെ കുല വെട്ടാൻ തനക്ക് അധികാരം വേണം, ഇതെന്റെ മണ്ണാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. അവർ വന്നാൽ ഈ മണ്ണിന്റെ മേലെയുള്ള അധികാരം കിട്ടും, തമ്പുരാക്കന്മാരിത് വെട്ടിക്കൊണ്ടുപോകുന്നത് ഇല്ലാതാകും. ചത്താൽ ഏതെങ്കിലും പുഴയിൽ, ഇരിക്കൂർ പുഴയിൽ അവിടെയെല്ലാം ഉള്ളവര് കൊണ്ടുപോയി ഒഴുക്കി ശവം അറബിക്കടലിലേക്ക് പോകുന്ന അവസ്ഥയെ കുഴിച്ചിടാൻ ഒരിടമില്ല. കാരണം എല്ലാ ഭൂമിയും തമ്പുരാൻ്റെതാണ്. അപ്പൊ മരിച്ചാൽ അടക്കുക എന്നുള്ളത് മനുഷ്യ സ്നേഹത്തിന്റെ പരമമായിട്ടുള്ള ഒരു വസ്തുതയാണ്. മരിച്ചാൽ അടക്കാൻ കഴിയാത്ത പാവങ്ങളെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ നമുക്കിന്ന്? ആ പാവങ്ങൾ പുഴയിലോ കടലിലോ കൊണ്ടുപോയി മൃതദേഹം തള്ളേണ്ടി വരുന്ന താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള പാവങ്ങൾ വിശ്വസിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ ഒരുപക്ഷെ മരിച്ചാൽ മുന്നിലുള്ള മണ്ണ് മാന്തി അവിടെ കുഴിച്ചു വെക്കാൻ പറ്റും അപ്പനെയും അമ്മയെയും. അതുകൊണ്ട് അവർ വോട്ട് ചെയ്തു. 57 തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, ഇവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. പഴയ ചരിത്രം മാത്രം പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സമ്മേളനത്തിൻ്റെ നാളുകളിലെങ്കിലും അത് ഓർക്കണം നമ്മൾ. സ്കൂളുകൾ ഇത്ര മനോഹരമായിട്ട് വന്നു. ഗവൺമെൻറ് സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ. ഇന്നലെ കണ്ടു ഏതോ ഒരു സ്കൂളിൽ ടി വി, രാവിലെ ചായ കുടിക്കുമ്പം ഏതോ ഒരു ടി വി തുറന്നപ്പോൾ അതിൻ്റെ അകത്തൊരു AI ടീച്ചർ കണ്ടോ നിങ്ങളാരെങ്കിലും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു പ്രതിമ, ഒരു ടീച്ചർ, അതിന് നല്ല സുന്ദരിയായ സ്ത്രീയുടെ മുഖമൊക്കെ ഉണ്ട്. അതിനോട് കുട്ടികൾ വന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്, ടീച്ചർ നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താ? അപ്പോൾ ടീച്ചർ വളരെ വ്യക്തമായി നമ്മുടെ സ്കൂളിൻ്റെ പേര് പറയുന്നു. ടീച്ചറോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റും. ടീച്ചർ വളരെ ഗംഭീരമായിട്ട് ഉത്തരം പറയുന്നു. കുട്ടികൾക്കൊരു കൗതുകമാണ്. സ്കൂളിലെ സാധാരണ ടീച്ചർ പറഞ്ഞാലും മതി, പക്ഷേ AI ടീച്ചർ പറയുമ്പോൾ മടിയന്മാരും നിന്ന് കേൾക്കുകയാണ്, അല്ലേ? കഥ പറയാതെ ഇതൊരൽപ്പം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രതിമ ഉത്തരം പറയല്ലേ. ഇതാണ് കേരളം. ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ചിന്തിക്കാൻ കഴിയോടോ ഇത്? അവിടുത്തെ ഗ്രാമത്തിൽ സ്കൂളുണ്ടോ? ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ മാറ്റത്തിന് ഉത്തരവാദി ഇടതുപക്ഷം അല്ലെങ്കിൽ ആരാണ്? വലിയ മാറ്റമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും മാറാനുണ്ട്. മെഡിക്കൽ കോളേജുകളും അടക്കമുള്ള ആശുപത്രികൾ, ആർദ്രം മിഷൻ, ഞാൻ 5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള 5 വർഷമാണെന്ന് പറയാൻ സാധിക്കും. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സഹിച്ച വർഷങ്ങൾ തന്നെയായിരുന്നു. 2 മഹാപ്രളയങ്ങൾ, ഓക്കി ചുഴലിക്കൊടുങ്കാറ്റ്, നിപ്പ വൈറസ് ബാധ, കോവിഡ് ബാധ ഒക്കെ നമ്മളെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തി. പക്ഷേ എല്ലാ ക്രൈസിസിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വലിയ വലിയ ആളുകൾ പറയുന്നത് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാലമായിരുന്നു അത്. ഏത് ക്രൈസിസിലും നമ്മൾ ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്രൈസിസിന് പ്രയോഗിക്കാൻ സാധിക്കും. നമ്മൾ അതിനെ അതിജീവിച്ചില്ലേ? കേരളത്തിലെ PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. ഇപ്പം ഞാൻ ഈ പൊതുയോഗത്തിനുള്ള ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകൾ പറയും, ടീച്ചറെ നിങ്ങൾ ആസ്പത്രി കാണാൻ വരുന്നില്ലേ? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ്. ചളിപിളി കിട്ടിയിരുന്ന മുറ്റമൊക്കെ ടൈൽസ് ഇട്ട് വൃത്തിയാക്കി, നല്ല പൂന്തോട്ടവും, അകത്ത് കയറുമ്പോൾ നല്ല റിസപ്ഷൻ, നഴ്സുമാരുടെ പ്രീ ചെക്കപ്പ്. 846 PHCയിൽ ഇന്നൊരു 500-ലധികമേ അങ്ങനെ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയും കൂടി മാറണം. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പിണറായി ഗവൺമെൻറ് തുടർച്ചയായി വന്നപ്പോൾ ആ ബാക്കിയുള്ളതും കൂടി പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊരു മാറ്റമാണത്. ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് അനുവദിച്ചപ്പോൾ ചിലർ പറഞ്ഞ് ഭ്രാന്ത്. ഇവിടെ മെഡിക്കൽ കോളേജിൽ പോലും കാത്ത് ലാബ് ഉപയോഗിക്കാൻ ആളില്ല, കാർഡിയോളജിസ്റ്റ് ഇല്ല. അതിൻ്റെ ടീച്ചർ ഇതെന്ത് ഭാവിച്ചാണ്? ഞാൻ പറഞ്ഞു, വെള്ളത്തിലിറങ്ങിയാലേ നീന്തം പഠിക്കാൻ പറ്റൂ. കേട്ടില്ലേ? കാർഡിയോളജിസ്റ്റിനൊക്കെ കാണാം. IMAക്കാർ ചില ഡോക്ടർമാർ പറഞ്ഞു, മാഡം ബേജാറാവണ്ട, തീരെ കാർഡിയോളജിസ്റ്റിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ ഒരു ദിവസം വന്ന് സൗജന്യമായിട്ട് ഇത് ചെയ്തു തരാം. ഉപകരണം വെറുതെ കിടക്കില്ല. അവർ ആത്മാർത്ഥമായിട്ടും പറഞ്ഞതായിരിക്കും, പക്ഷെ അവർ വിളിക്കേണ്ട വന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ കാത്ത് ലാബ് എത്ര ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു. ഇന്നലെ എൻ്റെ ആലക്കത്തുള്ള ഒരു സ്ത്രീ നെഞ്ചുവേദനയായിട്ട് അവിടെ പോയി ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണ്, അല്ലേ? ഇവിടെ അതിലെല്ലാം പണിയെടുക്കുന്ന ആളുകളുണ്ടാവും. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും മരിച്ചു പോകുമായിരുന്ന എത്ര ജീവനാണ് നമ്മൾ രക്ഷിച്ചത്. അവിടെ സ്ട്രോക്ക് യൂണിറ്റ്, ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. സമ്പൂർണ്ണ ട്രോമ കെയർ സംവിധാനം കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നത്. 315 108 ആംബുലൻസുകൾ കേരളത്തിൽ റോന്തിയിട്ടുകയാണ് കൂട്ടരെ. ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജ് അത്യാസന്ന നിലയിലുള്ള ഒരു കുട്ടിയെ എറണാകുളത്ത് എത്തിക്കാൻ വേണ്ടി അവിടെ ആ ആംബുലൻസ് ഒന്ന് തരുമോയെന്ന് ചോദിച്ചു. നമ്മളത് തരപ്പെടുത്തി കൊടുത്തു, അതിൽ കൊണ്ടുപോയി.
ഹൃദയ സംബന്ധമായ അസുഖത്തിന് മൂലം കുഞ്ഞ് മരിക്കുന്നു. ശിശുമരണ നിരക്ക് കുറക്കണം. ഞാൻ മന്ത്രിയായി വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് ഇന്ത്യയിൽ വെച്ച്. 1000 പ്രസവത്തിന് 12. നമ്മളത് കുറക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് ഓപ്പറേഷൻ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ ഹൃദ്യം എന്ന് പറയുന്നൊരു പദ്ധതി. ഈ ഹൃദയത്തിന്റെ തരക്കേട് ഒരു കമ്പോണന്റ് ആണ് ശിശുമരണം ഉണ്ടാക്കുന്നതിൻ്റെ. ആ ഓപ്പറേഷന് വേണ്ടി എവിടെ എല്ലാ ഡെലിവറി പോയിന്റും പരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്ത ഉടനെ അവിടെ ഈ ഹൃദ്യം പ്രോജക്റ്റിന്റെ ആംബുലൻസ് ഓടിയെത്തി. അവർ കുട്ടിയെ എടുത്ത് ഈ ഓപ്പറേഷൻ നടക്കുന്ന അന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല, ഗവൺമെന്റ്. അവിടെ എറണാകുളത്ത് അമൃതയിലും അതുപോലെ ലേക്ക് ഷോറിലും മറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ മുതലാളിമാരോട് സംസാരിച്ചു, നിങ്ങൾ പറയുന്ന പൈസയൊന്നും തരില്ല, സർക്കാർ ഒരു പൈസ തരും, ആ പൈസക്ക് ഓപ്പറേഷൻ ചെയ്തു തരണം. നമുക്ക് അധികാരത്തിൽ പറയാൻ പറ്റുമോ അവരോട്? വെറുതെ എന്ന് പറയാൻ പറ്റൂല, കാരണം അവർക്ക് ചില ചിലവൊക്കെ ഉണ്ട്. നമ്മൾ ആ പൈസ കൊടുത്തിട്ട് ഇന്ന് 10,000-ഓളം കുട്ടികളുടെ ഓപ്പറേഷൻ ചെയ്തില്ലേ. ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 12-ൽ നിന്നും, ഞാൻ സാധാരണ പറയാറ് 2020 അത് 5 കുറഞ്ഞു എന്ന്, പക്ഷെ യഥാർത്ഥ കണക്ക് 4.6. ഇവിടെ 12-ൽ നിന്ന് ശിശുമരണ നിരക്ക് 4.6 കുറക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ ആസൂത്രണം കൊണ്ടല്ലേ? അതല്ലേ ഇടതുപക്ഷത്തിന്റെ ആശയവും ആസൂത്രണവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു പോകും, അതൊന്നും പറയുന്നില്ല. അവിടെ AMR റിഡക്ഷനും എല്ലാം വേണ്ടി ക്യാൻസർ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. അതൊക്കെ ഇപ്പൊ തുടരുകയാണ് 2ാം പിണറായി സർക്കാർ. വീടില്ലാത്തവർക്ക് എല്ലാം വീടെടുത്ത് കൊടുക്കാമെന്ന് ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്? സംസ്ഥാന ഗവൺമെന്റ്. ഹൗസിംഗ് പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്, ബാക്കിയുള്ള കുറച്ചാൾക്ക് കിട്ടി, ഇല്ലാത്താക്ക് പോയി. ഇവിടെ സകല ആളെയും ലിസ്റ്റ് എടുത്തിട്ട് അവർക്കെല്ലാം വീടുണ്ടാക്കി കൊടുക്കും സമയബന്ധിതമായി എന്ന് പറയാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ സോഷ്യലിസ്റ്റ് മനോഭാവമാണ്. അവർ ഒരു ദിവസം കൊണ്ടിങ്ങനെ മാന്ത്രിക ദണ്ഡ് വീശി കാണിച്ചാലൊന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് എന്താണ് ഇടതുപക്ഷം മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെന്ന് മനസ്സിലാക്കാൻ എല്ലാ ആളുകളോടും പറയണം. ഇപ്പൊ ചിലർക്ക് ഇടതുപക്ഷം വേണ്ട, ഇടതുപക്ഷത്തെ എങ്ങനെയെങ്ങ് നശിപ്പിച്ചേ അടങ്ങൂ, ഇവർ മോശക്കാര്, ഇവരുടെ നേതാക്കന്മാർ കൊള്ളില്ല, മുഖ്യമന്ത്രി കൊള്ളില്ല, മന്ത്രിമാർ കൊള്ളില്ല, ഇവരെല്ലാം മഹാവടക്കാണ് എന്നല്ലേ നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത്. ശരി, എല്ലാവരും വടക്കായത് കൊണ്ട് ഈ ഇടതുപക്ഷം അവസാനിച്ചേക്കാം കേരളത്തിൽ. എന്തായി മാറും കേരളത്തിന്റെ സ്ഥിതി? നിങ്ങളറിയോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ വിഭാഗത്തിലെ ചില വർഗീയ സംഘടനകളെല്ലാം ഒരുമിച്ച് ചേർന്ന് മുസ്ലിം ലീഗും ചേർന്ന് UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ വോട്ടുണ്ട്. എന്താ കേരളത്തിന് ലാഭം? ഇവിടെ ഈ കേരളത്തിലെ ഇടതുപക്ഷം ക്ഷയിച്ചാൽ മതന്യൂനപക്ഷ വിഭാഗത്തിലും മതഭൂരിപക്ഷ വിഭാഗത്തിലും ഉള്ള ആൾക്ക് എന്തെങ്കിലും സ്വൈര്യവും സമാധാനം ഉണ്ടാവുമോ? കടുത്ത വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ റേഷൻ കാർഡും ഇവിടുത്തെ പൗരത്വാവകാശവും ഹിന്ദുക്കൾക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഭരണാധികാരത്തിലിരിക്കുന്നു. അവർക്ക് നേരെ ചെറു വിരൽ അനക്കാൻ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ അത് ശ്രമിക്കാത്ത കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. കർശനമായി ഇത് ഈ കേരളത്തിൽ നടപ്പില്ല. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർന്ന് ജീവിക്കുമെന്ന് പറയാൻ പിണറായി വിജയനാണ് സാധിച്ചത്. നിങ്ങൾ വളരെ മോശമായിട്ട് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ സമാധാനത്തിലാണ് ഇവിടെ ഇഷ്ടമുള്ള പറമ്പത്ത് പള്ളി ഉണ്ടാക്കാനും ബാങ്ക് വിളിക്കാനും, ഇഷ്ടമുള്ള പറമ്പത്ത് ചർച്ച് ഉണ്ടാക്കാനും, അവിടെ മണി മുഴക്കാനും, ഇഷ്ടമുള്ള പറമ്പത്ത് അമ്പലങ്ങൾ ഉണ്ടാക്കാനും, അവിടത്തേക്ക് താലപ്പൊലിയൊക്കെ ആയിട്ട് ആളുകൾക്ക് പോകാനും ഒക്കെയുള്ള ഈ സൗകര്യം ഉണ്ടല്ലോ. ജനങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കേരളത്തിലെ ഇടതുപക്ഷ ശക്തിയുടെ ബലത്തിലാണെന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടായാൽ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കും. കണ്ണുപോയിട്ട് കാഴ്ചക്ക് വേണ്ടി നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങളോട് പറയണം, നോക്കൂ, നമ്മൾ അനുഭവിച്ചു വരുന്ന ഈ സുരക്ഷിതത്വം നിലനിർത്താൻ നമുക്കിവിടെ ഇടതുപക്ഷ ശക്തമായിട്ട് വേണം. മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പരാതി പറഞ്ഞു. മുഖ്യമന്ത്രി പറയുമോ പിണറായി മലപ്പുറം ജില്ലയെക്കുറിച്ച്? മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം EMS ഉള്ള സമയത്ത് ആ മലപ്പുറം ജില്ല ഉണ്ടായത്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊന്നുമല്ല. മലപ്പുറത്ത് EMSന്റെ വീട് അവിടെ മലപ്പുറത്തല്ലേ. ഒരുപാട് സാഹിത്യകാരന്മാരും ഒരുപാട് പ്രതിഭകളും പിറന്നു വീണ മണ്ണാണത്. അവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ടല്ലോ. പക്ഷെ മലപ്പുറം വലിയ ദാരിദ്ര്യമുള്ളൊരു പ്രദേശമായിരുന്നു. ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം കിട്ടാൻ, ഭരണപ്രക്രിയകൾ കുറച്ചും കൂടി എളുപ്പമാകാനാണ് മലപ്പുറം ജില്ല അന്ന് രൂപീകരിച്ചത്. അതിൻ്റെ ഫലം മലപ്പുറത്തിന് ഉണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട്, വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്, വലിയ രാജപാതകളുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ആ മലപ്പുറത്തിന് വേണ്ടി ഇടതുപക്ഷം ചെയ്തതല്ലാതെ എന്താ കോൺഗ്രസും ലീഗും എല്ലാം ചെയ്തിട്ടുള്ളത്? അത് സത്യസന്ധമായി പരിശോധിക്കണ്ടേ?
എന്ത് വടി കിട്ടിയാലും ഇടതുപക്ഷത്തെ അടിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം ഉണ്ടായി. ഞാനും വടകര മത്സരിച്ചിരുന്നു. പമ്പിച്ച ആവേശമായിരുന്നു. ചില കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല, ടീച്ചർക്ക് വോട്ട് തരാമെന്ന്. പിന്നെ എവിടെ പോയി എന്ന് നമുക്കറിയില്ല കേട്ടോ. ഇപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, SDP അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട്. സാധാരണ അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം കൂടി നമുക്കെതിരായിട്ട് വോട്ട് ചെയ്തു, ചെയ്യിപ്പിച്ചു, ജനങ്ങളെ കൊണ്ട് നുണ പ്രചരിപ്പിച്ചു. ഈ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, ആളുകളുടെ ചിന്തക്ക് തീപിടിപ്പിക്കും വിധം നുണകൾ പ്രചരിപ്പിച്ചു. നമുക്കത് മനസ്സിലായി വരുമ്പോഴേക്കും ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചും വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ പശ്ചാത്തപിക്കും ഉറപ്പായിട്ടും, അതിൽ യാതൊരു സംശയമില്ല. കാരണം അത് തെറ്റായിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കുറച്ചു കാലത്തേക്ക് നവമാധ്യമങ്ങൾക്ക് ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെനിയും തുടരും. നമ്മൾ വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി നോക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇടതുപക്ഷ ആശയത്തെക്കുറിച്ച് നന്നായി നവമാധ്യമങ്ങളിലൂടെ നമ്മൾ നുണയൊന്നും ഒരൊറ്റ പറയേണ്ട, സത്യം മാത്രം പറഞ്ഞാൽ മതി. അത് പ്രചരിപ്പിക്കാൻ തയ്യാറാകണം നമ്മൾ. എങ്കിൽ മാത്രമേ ഈ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ. ഇപ്പം 3 ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ, എനിക്കും ഇലക്ഷൻ്റെ ഒരു ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, അല്ല എന്തിനാ ഇദ്ദേഹം ഈ വയനാട് തന്നെ രാജിവെച്ചത്? അപ്പം ആകെ ഉരുൾപൊട്ടലുണ്ടായി. വയനാട്ടിലെ ജനങ്ങളുടെ ജീവിത ദാരിദ്ര്യം എന്ന് വെച്ചാൽ അത്ര കഷ്ടമാണ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് റായ്ബറേലി രാജിവെക്കായിരുന്നില്ലേ? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ വയനാട്ടിനെ കഷ്ടപ്പെടുത്തണമായിരുന്നു. അവിടെ പ്രിയങ്കേനെ മത്സരിപ്പിച്ച പോരെ. പക്ഷെ വയനാട് രാജിവെച്ചു. അവിടെ എത്ര ഉറപ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ജനതയെ ചതിച്ചില്ലേ? ഞാനെന്നും വയനാടിൻ്റെ മകനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നയാൾ ചതിക്കുകയല്ലേ ചെയ്തത്. ഏതായാലും ഇലക്ഷൻ നടന്നു. പക്ഷെ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ്. ഇടതുപക്ഷം ജയിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ നിങ്ങൾക്ക് ഉറക്കണം, ഇവരൊരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉണ്ടാവുക നമുക്ക് വോട്ടെണ്ണുമ്പം കാണാം. പിന്നെ ചേലക്കര നടന്നു. ചേലക്കര അവിടെ പ്രദീപ് നല്ല സ്ഥാനാർത്ഥിയാണ്. നേരത്തെ പ്രദീപ് MLA ആയപ്പോൾ ഞാനും അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. വളരെ ജനകീയനായിട്ടുള്ള MLA ആണ് പ്രദീപ്. അവിടെ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. നമ്മുടെ നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടെ പ്രദീപ് ജയിക്കും. ജയിച്ചാൽ ചേലക്കരക്കാർക്ക് ആശ്വാസമുണ്ട് കേട്ടോ. പ്രദീപിനെ തോപ്പിക്കുകയാണെങ്കിൽ അത് കഷ്ടമായി പോകും. അത് ചേലക്കരക്കാർ ചെയ്യില്ല. പിന്നെ ഉള്ളത് പാലക്കാടാണ്. അവിടെ വടകരയിൽ ഷാഫി പറമ്പുണ്ടാക്കിയിട്ടുള്ളൊരു കരാറുണ്ടായിരുന്നു. എന്നെ ഇവിടെ ജയിപ്പിക്കാം BJP-ക്കാർ വോട്ട് തന്നാൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരും. ശൈലജ ടീച്ചറെ ജയിപ്പിച്ചാൽ മട്ടന്നൂർ ബൈ ഇലക്ഷൻ വന്നാൽ അങ്ങക്ക് ഒരു രക്ഷയില്ല അവിടെ. അതേസമയത്ത് പാലക്കാട് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ ശ്രീധരനായിരുന്നു മത്സരിക്കുന്നത്. നമ്മുടെ റെയിൽ ഇതിൻ്റെ മെട്രോമാൻ മത്സരിച്ചപ്പോൾ കുറേ നിഷ്പക്ഷ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇത്തവണ അവിടെ ബൈ ഇലക്ഷൻ വന്നാൽ അവിടെ BJP-യെ സഹായിക്കാമെന്ന് പറഞ്ഞ് BJP-ക്കാരുടെ വോട്ട് വാങ്ങി. എൻ്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയൊരു പെൺകുട്ടി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ആ കുടുംബം RSS-കാരുടേതാണ്, അവൾ നമുക്കേ വോട്ട് ചെയ്യും, പക്ഷേ കുടുംബത്തിൽ കലഹം ഉണ്ടാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയും. അവിടെ വന്നിട്ട് RSS പ്രവർത്തകർ പറഞ്ഞു, ഇത്തവണ നമ്മൾ ഷാഫി പറമ്പിലിനാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല നമ്മൾ പ്രഫുൽ കൃഷ്ണയല്ലേ നമ്മുടെ സ്ഥാനാർത്ഥി, പിന്നെ എങ്ങനെ? അതാണ് നിന്നോട്ടെ, അതുകൊണ്ട് സാരമില്ല, ഇയാൾക്ക് വോട്ട് ചെയ്യണം. വോട്ട് വിറ്റതാണ്. മുഴുവൻ BJP വോട്ട് മുക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാലും കൂട്ടാക്കില്ല ചിലർ. എന്നാൽ ഒരു ബൾക്ക് വോട്ട് കൊടുക്കാൻ പറ്റും. അത് വിറ്റ് ശീലമുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അന്ന് കൊടുത്ത വാഗ്ദാനം പാലക്കാട് നിങ്ങളെ സഹായിക്കാമെന്ന്. പക്ഷെ പാലക്കാട് ഇപ്പോൾ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അവിടെ ഒറ്റ പ്രതിജ്ഞയാണ് LDF-നെ തോൽപ്പിക്കണമെന്ന്. കോൺഗ്രസ്സുകാരനായിരുന്ന ഡോക്ടർ P. സരിൻ രാജിവെച്ച് വന്നപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സരിനെ അവിടെ മത്സരിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. കുഴപ്പമൊന്നുമില്ല. സരിൻ കോൺഗ്രസ്സിലായപ്പോൾ നമ്മളെ വല്ലാണ്ട് വിമർശിക്കുകയും നവമാധ്യമങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സരിൻ അത് അഡ്മിറ്റ് ചെയ്തു. സരിൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മന്ത്രിയായപ്പോൾ ഡോക്ടർ സരിൻ എൻ്റെ അടുത്ത് ചില പദ്ധതികളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിരുന്നു, സരിനും ഭാര്യ സൗമ്യയും. അപ്പോൾ നല്ല കാലിബറുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. IAS കിട്ടിയതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യം എടുത്ത് അയാൾ കുടുംബം പണ്ടേ കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആ IAS ഉദ്യോഗമൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരാളാണ്. MBBS ഡോക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു, നന്നായി, ഏത് പാർട്ടി ചേർന്നിട്ടായാലും സാമൂഹ്യ പ്രവർത്തനം തിരഞ്ഞെടുത്തത് നന്നായി സരിനെന്ന് അന്ന് പറയുകയുണ്ടായി. നമുക്കിഷ്ടമുള്ള മേഖലയല്ല അത് കോൺഗ്രസ്, എന്നാലും ഒരു സാമൂഹ്യ പ്രവർത്തകനാകാൻ ഒരു ചെറുപ്പക്കാരൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് നന്നായി എന്ന് അന്ന് സരിനോട് ഞാൻ പറഞ്ഞിരുന്നു. സരിനിടക്ക് വിളിക്കാറുണ്ട് ചിലപ്പോൾ ചില നമ്മുടെ പദ്ധതികളെ കുറിച്ചൊക്കെ അയാളുടെ അഭിപ്രായമൊക്കെ പറയാൻ. നല്ലത്, നമുക്ക് സ്വീകരിക്കുന്നതിന് വിരോധമില്ല, കേൾക്കാറുമുണ്ട്. അങ്ങനെ ഒരു സൗഹൃദം ഉറപ്പായിട്ടുണ്ടായിരുന്നു. ആ സരിൻ വന്നപ്പോൾ
നമ്മൾ അയാളെ കറക്റ്റ് ചെയ്തെടുത്താൽ നല്ല ഒരു അസറ്റായിരിക്കും ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സരിൻ തെറ്റെല്ലാം തിരുത്തി നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. നല്ല മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പറഞ്ഞതുണ്ട്, സകല വർഗീയവാദികൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ. എങ്കിലും നമ്മൾ നല്ല പോരാട്ടം നടത്തുന്നു. അവിടെ നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഖാക്കളെ. 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരാണ് നടന്നത്. കണ്ണൂര് പാർട്ടി കോൺഗ്രസ് എടുത്ത പ്രതിജ്ഞ എന്താ? ഒന്നായി ഗുജറാത്തിലും മറ്റുള്ള വർഗീയ ലഹളയും വല്ലാത്തൊരു അന്തരീക്ഷവും സൃഷ്ടിച്ച ഈ BJPയെ അടുത്ത ഭരണത്തിൽ കയറ്റാതെ താഴെ ഇറക്കാൻ BJPയുടെ ഈ ഫാസിസ്റ്റ് പ്രവണത അവസാനിപ്പിക്കണം. ഹിന്ദു വർഗീയവാദം അവസാനിപ്പിക്കണം. അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മോശമാണ്. അതുകൊണ്ട് BJPയുടെ ശക്തി കുറക്കണം. 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കണം. നമ്മുടെ വർഗ ബഹുജന സംഘടനകളും നമ്മുടെ പാർട്ടിയും എല്ലാം കൂടി ശക്തമായി ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അവരിൽ മഹാഭൂരിപക്ഷം ആളുകളെയും എന്താണ് ഇടതുപക്ഷ ആശയം എന്ന് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിർത്തണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യവും വർദ്ധിപ്പിക്കണം. ഇതിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞതിന് വേണ്ടി പ്രവർത്തിച്ചു, BJPയുടെ ശക്തി കുറക്കാൻ. നമ്മൾ കേന്ദ്രത്തിൽ വന്നിട്ടൊന്നുമില്ല. നമുക്ക് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ സീറ്റ് കിട്ടേണ്ട അവസ്ഥ. കാരണം നമ്മൾ ഒറ്റക്ക് മത്സരിച്ചാൽ നല്ല വോട്ടുണ്ട്, പക്ഷേ അത് ജയിക്കാൻ മാത്രമാവുന്നില്ല. അവിടെ പിന്നെ നമുക്ക് ആരുടെയെങ്കിലും കൂടെ നിന്നിട്ട് മത്സരിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സീറ്റുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ ആ മുദ്രാവാക്യം ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിലേക്കും BJPയുടെ ശക്തി കുറക്കുന്നതിലേക്കും സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാക്കുക എന്നുള്ള വശം അത് നന്നായിട്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യണം. 24-ാം പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മുടെ പാർട്ടി സംഘടന കേരളത്തിൽ വളരെ ശക്തമായിരിക്കുന്നു എന്ന്. എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയും ബഹുജന സംഘടനകളും ശക്തമാക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കാം. നേടിയതൊന്നും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറില്ല. ഇനി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. ഇനി ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. ഇനി ആ പഴയ ഫ്യൂഡൽ അടിച്ചമർത്തലിലേക്ക് പോകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കി തന്ന ഈ മനുഷ്യത്വപൂർണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിർത്തി കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് പോകാൻ നമ്മുടെ ഗവൺമെന്റിനെയും നമുക്ക് സംരക്ഷിക്കണം. വൻകിട പദ്ധതികളടക്കം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി അടക്കം, നിങ്ങളുടെ അഴീക്കോടെ തുറമുഖം അടക്കം, സുമേഷ് പൊടിയുണ്ട് ഞാനൊന്നും പറയുന്നില്ല, എന്ത് വലിയ വികസനമാണ് അഴീക്കോട് മണ്ഡലത്തിൽ നടന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കടന്നു വന്ന ആ വഴി മലയോര ഹൈവേ ആയിട്ട് മാറാൻ പോവുകയാണ്. എന്തൊരു മാറ്റമാണോ അഴീക്കോട് മണ്ഡലത്തിൽ LDF ഗവൺമെന്റിന്റെ സമയത്തുണ്ടായത്. ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ LDF ഭരണം തുടരണം, വീണ്ടും വരണം. അതിനെല്ലാം വേണ്ടി ജനങ്ങളെ കണ്ട് നമ്മൾ സംസാരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇവിടെ നടത്തിയ ഗംഭീര പ്രകടനവും പൊതുയോഗവും വളരെ ആവേശകരമാണ്. അത് വീണ്ടും നമ്മുടെ സുധാകരേട്ടൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. സ്ത്രീകൾ 3 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഏരിയ കമ്മിറ്റിയിൽ എല്ലാ പ്രതിനിധികളും ഉണ്ട്. ഈ കമ്മിറ്റിക്ക് വരുന്ന വർഷങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.